കറണ്ട് പോയോ? ചതിച്ചല്ലോ ദൈവമേ. മോന്റെ ഡ്രസ്സ് തേച്ചതിന് ശേഷം തേക്കാന്ന് കരുതിയതാ. ഇനി തേക്കാത്ത സാരി ഉടുത്തോണ്ട് പോകേണ്ടി വരുമല്ലോ. പകലും തുടങ്ങിയോ കറണ്ട് കെട്ട്? ആരാ മനസ്സിലായില്ല? ഇലക്ട്രിസിറ്റി. ആഹാ, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തി. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതാ, കറണ്ട് പോയി. പോയതല്ല, ഊരിയതാ. കണ്ടില്ലേ ഫീസ്? അതെ, സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കണം. കറണ്ട് കട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ദിവസം 5 ആയി. വീടൊക്കെ ഭയങ്കര ഗെറ്റപ്പാ, പക്ഷെ കാശ് അടയ്ക്കാൻ സെറ്റപ്പ് ഇല്ലെന്നാ തോന്നണേ. ഞങ്ങള് ബില്ല് അടച്ചതാണല്ലോ. ബില്ലടക്കേ, വെറുതെ പണി ഉണ്ടാക്കല്ലേ മാഡം. ബില്ലടച്ചെങ്കിൽ ഇവിടെ വന്ന് ഫ്യൂസർ എനിക്ക് എന്താ തലക്ക് പ്രാന്താ. രസീത് എന്താ കയ്യില്? റെസീറ്റ് മോന്റെ കയ്യിലാ, അവനാ അടച്ചത്. അവൻ അടച്ചു കാണൂല, അടിച്ച് മാറ്റി കാണും. ഇന്നേ കുറെ ഫീസ് ഊരാളോടാ നേരത്തെ ഇറങ്ങിയത്. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഊരാന്ന് കരുതി. എന്തായാലും പയ്യൻസിനോട് എന്റെ അന്വേഷണം പറഞ്ഞു. ഗുഡ് മോർണിംഗ് പത്മ ചേച്ചി. ഹൗ ആർ യു? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ലൊന്ന് അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി, എനിക്കിനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റും. ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. ഹായ് ഹായ്, I am Japan Babu, a special tourist guide for Japanese ladies. Sometimes I handle Iraqi people. Nice to meet you. Nice to meet you. നല്ല മാർദ്ദമുള്ള കൈ. ദൈവം എന്തിനാ ഈ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? Welcome to Kerala. Kerala is a very small, beautiful country like me. Yes, we know. You know? Then follow me. Come on, girls. Mr. Parshudaman axe throw to the sea and Kerala happened. What? Meru Arichu Kerala died. But how can he throw 800 kilometers? No, it's not possible. I don't believe it. Believe it. You don't know Parshudaman. He will throw. First time he will throw, Manude pidi uri poi. പിന്നീട് കൈ ഉളിക്കിരുന്ന പറഞ്ഞ ഏറാണ് ഏറ്. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാട് കൂടെ കേരള ആയേനെ. I will give an experiment. See, this is a kalli. Look, even I can throw. Well, it's long time you walk here, Mr. Shamina Indian style. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറ, എന്തു പറ്റി? ഏതൊരു നായിന്റെ മുനി കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊടിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Come on, let's go. Pole, please. Dance. Pole. ഇന്ന് തന്നെ അങ്ങ് എത്തിച്ചേക്കണം. ശരി സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജാഫറെ ലഡ്ഡു എടുക്ക്. എന്താ മാഡം വിശേഷിച്ച്? മോക്കോല കല്യാണം ഫിക്സ് ആയി? ഏയ്, കല്യാണമൊന്നുമല്ല, മോക്ക് ജോലി കിട്ടി. ഇൻഫോസിസിലാ. സ്റ്റാർട്ടിങ് 40,000 ശമ്പളം. ആണോ? ജാഫ്രിക്ക. ആഫ്രിക്കയോ? ജാഫ്രിക്കാന്ന് വിളിച്ചാണേ. ലഡ്ഡു എടുക്ക്. 2 കൂടുതലെടുത്തോ, ചേച്ചിക്കും കൊടുക്കാലോ. അവൾക്ക് ഇനി ലഡുവിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. പത്മ മാഡത്തിന്റെ മോന്റെ കൂടെ പഠിച്ചല്ലേ ഈ സാനിബ? മോനിപ്പോ എന്നായിരുന്നു? എഞ്ചിനീയറിംഗ് പാസ്സല്ലേ അവൻ? കഴിഞ്ഞു. പക്ഷേ 2 പേപ്പറും കൂടി കിട്ടാനുള്ളൂ. എഴുതിയ പേപ്പറിനൊക്കെ നല്ല മാർക്കാ. 2 പരീക്ഷയ്ക്ക് അവനെ മഞ്ഞപ്പിത്തായിരുന്നു. അത് മാത്രം എഴുതിയില്ല. ഈ കോർപ്പറേഷൻ വെള്ളത്തിന്റെ ഒരു ഗുണേ. അല്ല, കഴിഞ്ഞ 2 വർഷം മഞ്ഞപ്പിത്തമായിരുന്നോ മാഡം? കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? അതെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിത്തത്തിന്റെ അസുഖം കൂടുതലാ അല്ലേ മാഡം? ഞാൻ ഈ ഫയൽ ഒന്ന് കുട്ടവൻ സാറിന് കൊടുത്തിട്ട് വരട്ടെ. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. പത്മേ, നാളെ മാക്സ് മാർക്ക് കമ്പനിക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഡിന്നർ ടാജിലാണ്. പത്മ ഉണ്ടാവണം. നാളെ
നാളെ ജോസിക്ക് ഒരു വഴിപാട് നടത്താൻ ചോറ്റാനിക്കര വരെ ഒന്ന് പോണം. എന്റെ പത്മേ, അവന് വേണ്ടിയിട്ടുള്ള ഈ നേർച്ചയും വഴിപാടും ഒക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? കുറെ നാളായി അവനെ കണ്ടിട്ട്. എവിടെയുണ്ട് കക്ഷി? രാവിലെ തന്നെ ഏതോ കൂട്ടുകാരന്റെ അപ്പം മരിച്ചു എന്നും പറഞ്ഞ് ശവടക്കിന് പോയിരിക്കുക. ഒരുപാട് ലൈറ്റുള്ള പോലൊക്കെ തോന്നുന്നുണ്ടല്ലോ. കർത്താവ് ഫിറ്റാണോ? ഇതെന്താണ്? അമ്മ ഉറങ്ങിയില്ലേ? എന്താ ഇന്നും ഇത്ര വൈകിയത്? എന്തായിരുന്നു അത്? ഗോപിയുടെ അച്ഛന് ശ്വാസം മുട്ടലമ്മ. ആരുടെ അച്ഛന്? ജോസിന്റെ അച്ഛന് ശ്വാസം മുട്ടല്ല. നീ ഇന്നും കള്ളു കുടിച്ചല്ലേ? അമ്മ ഈ പോലീസിന്റെ മെഷീനെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്റെ അമ്മേനെ പറ്റിക്കാൻ പറ്റില്ല. അമ്മക്ക് പോലീസ് ചേരാൻ നാറ്റം. ചാമ ഒരു ബിയർ അടിച്ചോണ്ടാണെങ്കിലോ കൊഞ്ചാൻ വരല്ലേ? ഞാൻ എന്നോട് പറഞ്ഞാണ് കഴിക്കേണ്ടത്. ആ കറണ്ട് ബില്ല് അടച്ചതിന്റെ റെസീറ്റ് എവിടെ? കറണ്ട് ബില്ലടച്ച നുണയൊന്നും വേണ്ട. താങ്ക്സ്. ഈ മാതാപിതാക്കളാണ് മക്കളെ കൊണ്ട് നുണ പറയിക്കുന്നത്. ഇതുപോലെ ചോദിക്കാതിരുന്ന പോരെ, അവര് നന്നാവും. എന്നാ ഇന്ന് ഇരുട്ടത്തിരുന്നോ? ലൈൻമാൻ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. ആണോ? 2 മാസത്തെ ബില്ലടച്ചില്ലെങ്കിൽ അപ്പോരും വൃത്തികെട്ടവൻ. സാരല്ലമ്മേ, ഈ ബംഗാളിലും ത്രിപുരയിലൊന്നും ആളുകൾ കറണ്ടില്ലാതെയാണ് ജീവിക്കുന്നത്. ഇതേ കേരളമാണ്. ഇതും ആ ലിസ്റ്റിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പോടാ. ഇന്ന് എന്താ പ്രത്യേകതന്നറിയോ? ഇന്ന് ദീപാവലി അല്ല, വിഷു അല്ലല്ലോ. ഔ അമ്മാ, പിണ്ടിപ്പെരുന്നാളല്ലേ? പനങ്കള്ള് അല്ല, പനനങ്ക്. അമ്മ ഇത് എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരണമോ? ഞാനിത് എവിടെയൊക്കെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടണല്ലോ. പിരിയോ? ഇന്ന് നിന്റെ അപ്പച്ചന്റെ പിറന്നാളാ, ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നുപോയി. വെടിക്കെട്ടാണ്. ആ ചിരി കണ്ടാലറിയാം ആളൊരു ചക്കരയാണ്. നിന്റെ ഈ കഴിക്കല് കാണുമ്പോ എനിക്ക് നിന്റെ അപ്പച്ചനെ ഓർമ്മ വരണത്. വലിയ ഇഷ്ടായിരുന്നു ആൾക്ക് പനനൊങ്ക്. പാലക്കാട് നിറയെ പനയല്ലേ. എന്നെ കാണാൻ വരുമ്പോ പനനൊങ്ക് തിന്നാൻ കൊതി പറഞ്ഞു നടക്കുമായിരുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ അഗ്രഹാരത്തിൽ വന്ന അമ്മയെ പ്രേമിക്കാൻ അപ്പച്ചന് എന്തിന്റെ ഭ്രാന്തായിരുന്നു? ഒന്ന് പോടാ അവിടുന്ന്. അതിന് പ്രധാന കാരണേ, ഞാൻ പണ്ട് കാണാൻ നല്ല സ്മാർട്ടായിരുന്നു. ഇതെന്തൊരു നോണച്ചിയാണിത്. കുന്തം. എന്റെ അമ്മ റൊമാൻറ്റിക്കായി. എന്റെ പുന്നാര പുന്നാര അമ്മയുടെയും അപ്പച്ചന്റെയും സ്നേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഗാനം എന്റെ ഫോണിലൂടെ. കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത്, എന്താ ഓമലൊന്നു ചിരിച്ച പൊട്ടിച്ചിതറും പൊന്മുത്ത്. കായലൊന്നു ചിരിച്ച കരയാകെ നീർമുത്ത്, ഓമലൊന്നു ചിരിച്ച പൊട്ടിച്ചിതറും പൊന്മുത്ത്. ആയിഷയുടെ മോള്, അവക്ക് ഇൻഫോസിസിൽ ജോലി കിട്ടിയിടാ. എന്റെ മോനും ആ കിട്ടാനുള്ള 2 പേപ്പറും കൂടി എഴുതിയെടുക്കണം. അപ്പൊ ഒരു എഞ്ചിനീയർ ആവില്ലേ? ഇന്ന് അപ്പച്ചന്റെ പിറന്നാളല്ലേടാ, ഒരു തീരുമാനം എടുക്കണം. അമ്മേ, അമ്മയുടെ മകൻ ജോഷി സത്യം ചെയ്യാണമ്മേ. ഇത്തവണ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകും അമ്മേ.
ഇനി എന്റെ അമ്മ ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെ. ഡാ, അമ്മക്കുട്ടി ഞാനൊന്ന് കുളിക്കുന്നില്ല കേട്ടോ. ശ്ശോ. അങ്ങോട്ട് കുരുങ്ങുമീന്. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. പൈസക്കാരന്റെ കയ്യിൽ എപ്പോഴും പെപ്സി കുപ്പിയാ, ഈ പാവപ്പെട്ട ഞമ്മന്റെ കയ്യിൽ സോഡ കുപ്പിയാ. ദിസ് ഈസ് കൊച്ചി കായൽ. മാറ്റമുണ്ടല്ലേ? Back water? നോ, ഫ്രണ്ട് വാട്ടർ. കായൽ നമ്മുടെ മുമ്പിലല്ലേ, അപ്പൊ ഫ്രണ്ട് വാട്ടർ അല്ലേ? See this net? Made in China. China? Yeah. Oh. 6 മാസം ഗ്യാരണ്ടിയേ ഉള്ളൂ. ചൂണ്ടക്കെറുക്കാൻ ഇരയില്ലാതിരിക്കായിരുന്നു ഇവനെ കൊരുത്തിട്ടാ. One useless fellow. 1 minute. എന്താ ബ്രിട്ട പരിപാടി? ഗൈഡ് പണിയൊക്കെ നിർത്തിയപ്പോ ചൂണ്ടടല് തുടങ്ങിയോ? ഞാൻ സ്രാവിനെ പിടിക്കാടാ പെടി. സ്രാവിന് ഈ വെള്ളത്തിന്നോ, അതും ഈ ചൂണ്ട കൊണ്ട്? ആ കിട്ടിപ്പോയി, സ്രാവിനെ കിട്ടിപ്പോയി. വരൂ സ്രാവേ വരൂ. ഇത് സ്രാവോ? ഇത് പേട്ടക്കൂരിയല്ലേ? നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ ഇത്രയും പോകുന്ന നിനക്ക് ജപ്പാൻ ബാബു ഒന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. ഗേൾസ്, ഇനി ഇവിടെ നിന്നാ ഇവൻ എന്നെ കുറിച്ച് ചൂണ്ടയിടും. ലെറ്റ്സ് ഗോ. അതാ നല്ലത്. ഞാൻ ഇര കുരുത്തിടാൻ പോവുകയാണ്. കിട്ടിപ്പോയി സ്രാവിനെ കിട്ടിപ്പോയി. Oh my God, മീൻ again. Awesome. What exactly is that? This is special liquid. ഇതിന്റെ മണം കൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഓടി ഓടി വരും. Give me one bottle. എന്റെ കയ്യിൽ only 2 bottles. Oh, please give me one. With this tickets, 750 rupees. All right. You are okay? I'll give you the money. Okay, give me. പുല്ല് വളയണമില്ല. Give me. Thank you. Chill, ma'am. പിടി. Okay. It will be a great catch. 780 രൂപ. പഴശ്ശിരാജയെ കൊന്ന അന്ന് മുതൽ ഈ പന്നികളെ ഞാൻ ഓങ്ങി വെച്ചേക്ക. എന്തായാലും കറക്റ്റ് ആയിട്ട് കിട്ടി. 750. ഇന്നത്തെ കാര്യം ഓക്കെ. സ്റ്റോപ്പ്. Come on, Dad. Come on. Hi, my son. Dad. How is my coat? Britas, grand അല്ലേ? ഇതാണോ ഗ്രാൻഡ്? ഈ നല്ല കോട്ടിനകത്ത് എന്തിനാ വെറുതെ പാറ്റ ഗുളിക എടുത്തിട്ടിരിക്കുന്നത്? അതാ ഈ സ്മെല്ല്. ഇത് ഹിറ്റ്. പാറ്റ കൊല്ലാനുള്ള മരുന്നാ. ഇത് പുറത്തടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണോ ഞാൻ അടിച്ചത്? കണ്ടില്ലേ, ബിഗ് പാറ്റ. ബ്രിട്ടൻ സാഹിബ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പാറ്റയോ? നോ, ദിസ് കോട്ട്. ഓഹോ. അദ്ദേഹത്തിന്റെ മകനെ ഒരുപാട് കാലം ഞാൻ നോക്കിയിട്ടുണ്ട്. 1976 എന്നാ ഓട്ടോയിലേക്ക് കയറ്. ഗ്ലാഡിസ്, ഡോറ, Yes. ഡെറി, കം ഗെറ്റ് ഇൻ ഓട്ടോ. വെഡിങ് തുടങ്ങും, ഫുഡ് ഫിനിഷ് ആവും. ഓ, യു ഹാവ് മണി ഫോർ ഓട്ടോ? ഐ ഡോണ്ട് ഹാവ്. ഓ മറന്നുപോയി. ദാ ഇത് കല്യാണത്തിന് കൊടുക്കാനുള്ളതാ. ഓ, ഇത് 250 ഉണ്ടല്ലോ. 50 ഞാൻ എടുത്തോട്ടെ ഫോർ മൈ എക്സ്പെൻസ്. വേണ്ട. ദാ ഇത് 50 രൂപയുണ്ട്. സൂക്ഷിച്ച് ചെലവാക്കണം. കുറെ കാശ് കിട്ടിയെന്ന് കരുതി വെറുതെ അറമാദിക്കരുത്. താങ്ക് യു മൈ സ്വീറ്റ്. ഓക്കെ. Come. Bye, my son. Come on, quick. Don't waste time, you know. മമ്മ ഫുഡ് റെഡിയാണോ? യെസ്, കഞ്ഞിയുണ്ട് ആൻഡ് ചമ്മന്തി. പ്രോൺസ് പൗഡറും ഉണ്ട്. ഓക്കെ. അതെന്താ ഈ പ്രോൺസ് പൗഡർ എന്ന് പറഞ്ഞാല്? ചെമ്മീൻ പൊടി. You don't know. Poor fellow. Go. ഹലോ, ഇത് SBI ബാങ്കിൽ നിന്നാണ്. റാം സർ. പത്മ, ഹൗസിംഗ് ലോൺ ഒരുപാട് ഡ്യൂസ് ഉണ്ടല്ലോ. എഡ്യൂക്കേഷൻ ലോണിലും ഒരുപാട് കുടിശ്ശികയുണ്ട്. RBI റൂൾ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല സർ. കുറച്ച് ഗോൾഡെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഡ്യൂസ് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പലിശ കൂടും. ശരി സർ. ബാങ്കിൽ നിന്നല്ലേ? പത്മ ഇല്ലാത്തപ്പോ ഒരു ദിവസം വിളിച്ചിരുന്നു. ഞാൻ പറയാൻ മറന്നതാ. ഈ ഒറ്റയ്ക്കുള്ള വണ്ടി വലിയൊന്ന് നിർത്തുന്നേ, മോനോടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ. അതിന് അവനൊരു കര പറ്റിയിട്ടില്ലല്ലോ ആയിഷേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നീ വലിയ വാചകടി ആയിരുന്നല്ലോ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലിയാകും, കാശ് കിട്ടുന്നൊക്കെ. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളല്ലേ.
മക്കള് വലിയവരാകണത് സ്വപ്നം കാണാത്ത ഏത് മാതാപിതാക്കളാ ഉള്ളത്? എല്ലാം നടക്കും. That's good one. Good one. Where is Britas? Britas will come soon. Do one thing. Shall we go to Giant Wheel? Yeah, why not? Ohayo gozaimasu. Ohio gozaimasu. Konnichiwa. Totomai. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ച് ചെന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. ഐ ലൈക്ക് ജപ്പാൻ. വാട്ട് എ സ്മോൾ കൺട്രി. See, my t-shirt is made in Japan. My mala is made in Japan. My hairstyle is made in Japan. Totally, I am Japanese technology. ജപ്പാൻ പോലും ജപ്പാൻ. ഒരെണ്ണാന് ചപ്പാൻ പോലും ഇല്ല. Yes, my dear. They coming. ഹലോ, കുട്ടിക്ക് SMS ഫ്രീ ആണോ? എനിക്ക് SMS ഫ്രീ ആണ്. മേത്ത് മുട്ടല്ലേ കുട്ടി. All the best മച്ചാ. All the best ഒക്കെ എൻ്റെ അടുത്ത്. It's getting hot here. ദാ ഇതിന് ചൂടെടുക്കണമെന്ന്. This is my first time in Giantville. No problem. I will take care of you. I'm feeling very scared. Don't worry. ബാബു ഇല്ലേ കൂടെ? എന്റെ പേര് ജോസി. എന്താ ഈ പേടിയുള്ള കുട്ടിയുടെ പേര്? സീമ. സീമ. ഓ സീമ, എന്ത് നല്ല പേര്. എനിക്ക് സിനിമാ നടി സീമയുടെ അഭിനയം എന്ത് ഇഷ്ടാന്നറിയോ? നിർത്തടോ. നിർത്തില്ലെന്ന് ഇഷ്ടമാണ്. കുട്ടി ഏതിനാ പഠിക്കണ? പറയാ. ജേർണലിസം. ജേർണലിസം. ജേർണലിസം പഠിക്കുന്ന കുട്ടിക്കാണോ ഇത്ര പേടി? She is studying journalism, but she is panic. എന്റെ മാർത്ത് ചാരി കിടന്നോളൂ. കൈ എടുക്കണു. ഒരു ജോയിന്റ് വീല്. എന്റെ അമ്മേ, എന്തൊരു സ്പീഡ് അതിന്. മനുഷ്യന്റെ പ്രാണം പോയി. ഇതെന്തൊരു പോക്കാണത് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ഫ്രണ്ട് അല്ലേ? ഹലോ. ഹലോ. എന്താ പേര്? പ്രിംറോസ്. ഓ നൈസ് നെയിം. ഹായ്. ആടാ ഇത് ഹലോ, ഇതെന്റെ ഫ്രണ്ട് ആട്ടോ. ഹലോ. ഇത് എന്റെ ഫ്രണ്ട് സീമ. മറ്റേ കെട്ടിപ്പിടിച്ചാരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏയ് മിസ്റ്റർ, താൻ എന്താണോ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു പെണ്ണെന്ന് ചിരിച്ച ആണുങ്ങൾ നോക്കിയെന്ന് സംസാരിച്ച അപ്പ പുറകെ കൂടിക്കോളും. ഫ്രണ്ടാണ് ബാക്ക് ആണെന്നൊക്കെ പറഞ്ഞു നാണല്ലോ തനിക്ക്. ഒരു പൂവാലം വന്നിരിക്കുന്നു. ബൈ ബൈ വെള്ളക്കൊരങ്ങൻ. വെറുതെ അല്ല സീമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാത്തത്. ഷീലയുടെ അഭിനയം തന്നെ നല്ലത്. ആകെ വൃത്തികേടായി. ജൈന്റ് വീൽ എനിക്ക് പണ്ടേ ഹരവാ. ഇനി പാൻ്റ് ഉണക്കണം. എന്നോട് പറഞ്ഞതാണല്ലോ ആ മദാമ, I will give you $100 ടിപ്പ് എന്ന്. ടിപ്പ് തട്ടിപ്പായിരുന്നു. 100 രൂപ ഇന്ത്യൻ മണിയാണ് തന്നത്. പോടാ. പോടാ. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാചനങ്ങൾ. മഴയെ തൂത്ത കയറുന്ന പോലെ കയറും, അതുപോലെ തന്നെ തിരിച്ചിറങ്ങും. എന്തൊക്കെ ബിസിനസ്സുകൾ. MLM, പരസ്യ കമ്പനി, റിയൽ എസ്റ്റേറ്റ്, മൊബൈൽ കച്ചവടം, എഞ്ചിനീയറിംഗ്. കിട്ടി എന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. വീണ്ടും കിട്ടി എന്ന് വിചാരിക്കും. ഒരുമാതിരി വർത്താനം പറയരുത്. പിന്നല്ലാതെ എടാ എന്താടാ? എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു 2000 രൂപ വീട്ടിൽ കൊടുക്കാൻ പറ്റും. എത്ര? 2000 രൂപ. പിന്നെ എല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കണം. എങ്ങനെ? സാറേ സാറേന്ന്. സാറേ തന്നെയാണല്ലോ, അല്ലാതെ അക്ഷരങ്ങളൊന്നും മാറിയിട്ടില്ലല്ലോ. എന്താ മാറുവോ? അല്ല ചോദിച്ചതാ. എടാ,
എല്ലാം ശരിയാകുന്ന ഒരു ഗുഡ് പരിപാടി എന്റെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. ദിവസവും 750 രൂപ കിട്ടുന്ന പരിപാടിയാ. ആഴ്ചയിൽ 5000 രൂപ. അനാശാസ്യം വല്ലതാണോടാ? പുച്ഛിക്കരുത്. ഹോം സ്റ്റേ മുതൽ മുടക്കില്ലാത്ത ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ്. അതാണ് ഈ ഹോം സ്റ്റേ. പിന്നെ നിനക്ക് വിദേശികളുമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ. എടാ, ചിലപ്പോ നിന്റെ ഭാഗ്യത്തിന് അവർ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. എങ്ങോട്ട്? ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക. അങ്ങനെ എത്ര? ഇത് കാശ് ഞാൻ കൊടുക്കും. എടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഹോം സ്റ്റേ ബെസ്റ്റ് പരിപാടിയാണെന്ന്. എടാ, ആണിന്റെ ഭാഗ്യവും പെണ്ണിന്റെ മനസ്സും എപ്പോഴാ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഹോം സ്റ്റേ. ഓഹോ തീവണ്ടി കോഴിപ്പായും തീവണ്ടി കക്കന് മൊത്തം തീവണ്ടി 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 കോഴിപ്പായും തീവണ്ടി കക്കന് മൊത്തം തീവണ്ടി 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 തീവണ്ടി. Come on, dance, baby. Yeah, yeah, yeah. Oh, will you marry me? Amme. She's my mother. Mother, this is my friend Julia. Hi, Hi. you're his mom? Oh, wow. You look so pretty. I'm also. ഏതാടാ ഈ പെണ്ണ്? This പെണ്ണ് നീ അകത്തേക്ക് വാ. ഞാൻ ഇവിടെ കൊണ്ടാ. ഒറ്റയ്ക്ക്. അല്ലമ്മ ഇവിടെ കൊണ്ടാ. അതെ ഞാനേ. Sorry. She wants to discuss one personal matter. Just a moment. I'll get back to you soon. Okay, Bye. no problem then. Baby, channel maashara. I'll come soon, baby. ജോസി. Oh, What's next? coming, mommy. Yes, ma'am. Yeah, tell me. ഇതെന്ത് കോലാടാ ഇത്? നീ വല്ല കാവടിക്കും പോയോ? Oh, wow, this is my new style. മര്യാദയ്ക്ക് പറടാ. അമ്മ ഇതെന്റെ പുതിയ സ്റ്റൈലാന്ന്. അയ്യോ, എന്ത് പറ്റി കയ്യില്? ഒന്നുമില്ല അമ്മ, പുതിയ സ്റ്റൈലാണ്, ഞാൻ പറഞ്ഞില്ലേ. എന്താടാ നിന്റെ ഉദ്ദേശം? അമ്മ വൈകിയാണെങ്കിലും ഞാൻ എല്ലാം തിരിച്ചറിഞ്ഞു. അമ്മയുടെ മകൻ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള മകനായി മാറി. എന്ത്? ഞാനില്ലേ ഒരു പുതിയ ബിസിനസ് തുടങ്ങി. ഹോം സ്റ്റേ അല്ല ഹോം സ്റ്റേ. അതിനു വേണ്ടിട്ട് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ദിസ് കൈൻഡ് ഓഫ് ഡ്രസ്സിംഗ്. ഗോട്ട് ഇറ്റ് മാം? എന്തൊരു വരുമാനമുള്ള പരിപാടി എന്നറിയോ? യാ, ഒബ്വിയസ്ലി. നമുക്ക് പ്രത്യേകിച്ച് യാതൊരു മുതൽ മുടക്കൂല. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ കുറച്ച് ഒരാൾ കൂടി കരുതണം, അത്രേ ഉള്ളൂ. യാ, ദാറ്റ്സ് ഓൾ. മോനെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടരുത്. നീ ആ തോറ്റ വിഷയം 2 എഴുതിയെടുക്ക്. അമ്മേ, ഈ തോറ്റ വിഷയത്തെ കുറിച്ച് കേട്ട് ഞാൻ തോറ്റു. നിന്നോട് പറഞ്ഞു ഞാനും തോറ്റു. അമ്മേ, എന്തായാലും വേറൊരു ബിസിനസ് വേണ്ട. വേറൊരാൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? സൽസ്വഭാവിയ എന്നെ പോലെ. wow, so sweet. പോടാ അവിടുന്ന്. See, I told you, na? I told you. ബാങ്കിൽ നിന്ന് തുരുതുരാ വിളിയാ. ലോൺ ഡ്യൂസ് കെട്ടാൻ പറഞ്ഞ്. ആയിഷയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ചു. അതെങ്ങനെ കൊടുക്കുന്ന? അതാണ് ഞാൻ പറഞ്ഞത്. അമ്മ ഈ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതെ മാസം 10,000 രൂപ കയ്യിലിരിക്കും. ക്ലയൻസിന് നമ്മുടെ ബ്രിട്ടാസ് കൊണ്ട് തരും. പിന്നെ 1 മാസത്തിനുള്ളിൽ ഐഷാനിയുടെ പൈസയോ ലോൺ ഡ്യൂസോ എന്താന്ന് വെച്ചാൽ ഈ ജോസി അടച്ചു തീർത്തിരിക്കും. നാട്ടുകാർ നോക്കുമ്പോ എന്താ, വലിയ വീട്, 2 പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നു, അവർക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന്. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. അമ്മ ഒരു കാര്യം ഞാൻ പറയാം. അമ്മ ഈ പിള്ളേര് കളി നിർത്തണം. ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. Hey, Josie! Yeah, I'm coming to you. മോനെ, ഒന്ന് എണീക്കടാ. ഇവന്റെ ഒരു ഉറക്കം. 9 മണിയായിട്ടുള്ളൂ. അലമാരയില് വീടിന്റെ ലോൺ അടയ്ക്കാൻ വെച്ച കാശ് കാണുന്നില്ല. ആളെ കാണിച്ചു നോക്കൂ. ഇല്ലടാ, ഇന്ന് അടയ്ക്കാനുള്ളതാ. ആ പെണ്ണിനെയും കാണാനില്ല. ആ പെണ്ണിനെ കാണാനല്ലേ? ഇനി അവളെങ്ങാനും. അമ്മ എന്ത് മണ്ടത്തര പറയണേ. അമ്മ അവള് സ്വിറ്റ്സർലൻഡുകാരിയാണ്. നമ്മുടെ നക്കാപ്പിച്ചൊന്നും കിട്ടിയിട്ട് വേണ്ട. അമ്മ സ്വിസ് ബാങ്ക് കേട്ടിട്ടുണ്ട്. അവക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതല്ലേ. ആ ചക്കല്ലേ എനിക്ക് ഇന്നലെ തന്നത്. അയ്യോ അയ്യോ, എന്റെ പേഴ്സ് അവിടെ. അമ്മ എന്താടാ? ഒരു പേഴ്സ് കാണാനല്ലോ. അതിന്റെ ഞാൻ പറഞ്ഞത്. അയ്യോ അമ്മ, സത്യം പറ, അമ്മ എടുത്താ. എന്താടി പറയുന്നേ? അയ്യോ, അവിടെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ല അവള് പോലീസ്. ഈ കമ്പിയിലാണ് ഈ വീട് താങ്ങി നിർത്തിരിക്കുന്നത്. കൊള്ളാം. അയ്യോ, ഇത് അയാളല്ലേ? പത്മയുടെ വീടല്ലേ? അമ്മ പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. പറയൂ സാർ. ഇങ്ങോട്ട് ഇറങ്ങിയേക്കടാ. നിനക്കെന്താ കാര്യം? സാർ, ഇത് എന്റെ വീടാണ് സാർ. സാർ എന്താ ഇവിടെ? ഓഹോ, അങ്ങനെയാണല്ലേ. ഇവിടെ ജോലി എന്ന് പേരുള്ള ജോലിയല്ല സാർ, ജൂലി. ജൂലി എന്ന് പേരുള്ള ഒരു വിദേശി ജീവിച്ചിരുന്നോന്നല്ല സാർ, താമസിച്ചിരുന്നോ? ഉണ്ടായിരുന്നു സാർ. SI സാർ 2 പേരോടും
ഇന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിൽ ആദ്യമായിട്ടാ. എന്താടാ മരം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിനക്കൊന്നും നാട്ടിലുള്ള പെൺപിള്ളേര് പോരാടാ. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ കുറെ ദിവസം ഒന്നും ആയില്ല സർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, നിനക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി വെച്ച് കണ്ടതാണ് സാർ. എടാ എന്നിട്ടാണോ നീ ആള് നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്? അതവരുടെ മുഖലക്ഷണം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി സാർ. എടോ അവർക്ക് മയക്കുമരുന്ന് കച്ചവടമാണ്. നിങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഗോതമ്പുണ്ട, മനസ്സിലായോടാ? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അല്ല സാർ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാകണ്ടേ? മര്യാദക്ക് നിന്നില്ലേ അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്? ജനലിന്റെ അല്ലടോ, പിന്നെ ജയിലിന്റെ. ഞാൻ എണ്ണാൻ സാർ. ഒരു പരിചയം ഇല്ലാത്ത അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? ഹോം സ്റ്റേ ആയതുകൊണ്ടാ സർ. ഹോം സ്റ്റേ ഓക്കെ, എന്നാ പാസ്പോർട്ട് കോപ്പി, അവരുടെ അഡ്രസ് ഡീറ്റെയിൽസ്, സി ഫോം എവിടോ? ഒരു വിദേശിയെ ഹോം സ്റ്റേ ആയിട്ട് താമസിപ്പിക്കുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നും അറിയാതെ ഓരോ പരിപാടികൾ ഒപ്പിച്ചോളും. അത് സർ, എന്റെ നിർബന്ധം കൊണ്ട് അവൻ തുടങ്ങിയത്. തെറ്റെന്റെയാ. നിങ്ങൾ ഒരു പക്വതയുള്ള സ്ത്രീയല്ലേ? ഇതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ നിങ്ങളോട് അറിയണ്ടേ? 2 പേരല്ലേ ഉള്ളൂ. എന്തിനാ മേഡം പണത്തിനോട് ഇത്ര ആർത്തി? ഉള്ള പണിയും ചെയ്ത് അങ്ങ് ജീവിച്ചാ പോരെ? സോറി അമ്മ. അമ്മ എന്തിനാ അയസയോട് അമ്മ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ? നിന്നെ ഓരോന്ന് പറയണ കേട്ടപ്പോ സഹിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷൻ കയറണത്. അവരുടെ നോട്ടവും സംസാരവും ഞാൻ ആകെ ചൂളിപ്പോയി. നിന്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ രണ്ടര വയസ്സുള്ളപ്പോ നമ്മൾ തനിച്ചാക്കി ആ കടലിൽ മറിഞ്ഞതാ. സിലോണിലേക്ക് ജോലി കിട്ടി പോകുമ്പോ അതിനടുത്ത വർഷം തിരിച്ചു കൊച്ചി വന്ന് ഈ തീരത്തൊരു വീട് ജോണിന്റെ സ്വപ്നമായിരുന്നു. 4 ഇന്ത്യക്കാര LTTക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ജീവിച്ച് കൊതി മാറിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക്. നിന്നെയും തോളത്തിട്ട് ഇവിടെ വരുമ്പോ പരിഹാസമായിരുന്നു എല്ലാവർക്കും. ആരും സഹായിച്ചില്ല. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കടം വാങ്ങി ഈ വീട് വാങ്ങാൻ വരുമ്പോ കുട്ടപ്പനങ്ങൾ മാത്രമായിരുന്നു ഒരു സഹായം. അമ്മയുടെ മോൻ അടിപൊളിയാകാൻ പോവാ. നാളെ തന്നെ പോയി പരീക്ഷ ഫീസ് കിട്ടണം. തോറ്റ വിഷയമൊക്കെ എഴുതിയെടുക്കണം. ഇത്തവണ ഞാൻ ജോസി ജോൺ ആണ് പറയുന്നത്. ജയിക്കും. ബ്രിട്ടാസിന്റെ ഫാമിലി ഓട്ടോ. ഹായ് ജോസി, how are you? Yeah, I'm good. We are ബലിപ്പിന് പോവുക. വൈഫിന്റെ ഡാഡിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ഫാദർ വടിയായി. നന്നായി. ഫംഗ്ഷൻ ഉണ്ട്. Getting late. Dad, get into the order, sir. Thank you, my son. എടാ ഇന്ന് രാവിലെ നിന്നെ കുറെ ഫോണിൽ വിളിച്ചു, നീ എന്താ എടുക്കാൻ? എന്താടാ? എടാ ഒരു ഗ്രാൻഡ് പരിപാടി ഒത്തു വന്നിട്ടുണ്ട്. റെഡ് FM പുതിയ റേഡിയോ ജോക്കികളെ തേടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ആദ്യത്തെ സെലക്ഷൻ. നീ പെട്ടെന്ന് ചെല്ല്, നിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. എടാ എനിക്ക് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫോം മേടിക്കണം. എടാ അത് നാളെ ആയാലും നടക്കും. നീ പെട്ടെന്ന് ചെല്ല്. എനിക്ക് നല്ല ഹോൾഡറുള്ള സ്ഥലമാണ്. അവിടെ നിനക്ക് ആരെ പരിചയം? അവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനെ. അതാ ചോദിച്ചത്. പേരെന്തരാ? മിസ്റ്റർ സെക്യൂരിറ്റി. എടാ സെക്യൂരിറ്റി ഗേറ്റ് വാച്ചർ എന്ന് പറയും. അതെ, കഥ പറഞ്ഞത് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാ ഞാൻ പാട്ട് പാടിത്തരാം. വെയിറ്റും ചെയ്യണം, കടവും പറയും.
നീ പെട്ടെന്നല്ലോ ഒബ്ര മാളിലാണ് പരിപാടി. Come on, Duke. Okay, all the best. അപ്പൊ ആപ്ലിക്കേഷൻ ഫോം നാളെ മേടിക്കാം അല്ലേ? നാളല്ല മറ്റന്നാള്. എന്താ നാളെ വിമൻസ് ബാസ്കറ്റ്ബോൾ ഫൈനൽ അല്ലേ? സെന്റ് സേവിയേഴ്സും സെന്റ് തെരേസസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നല്ല രസമായിരിക്കും. നീ വണ്ടി വിട്ടേ ഒബ്രോമാളിലേക്ക്.